ഹലോ, അസ്സലാമു അലൈക്കും. എന്നൊരു കുഞ്ഞ് കൃഷിത്തോട്ടമാണ് മുളകിൻ്റെ. കാന്താരി മുളകാണ് മെയിൻ ഇതിനകത്തുള്ളത്. ഇപ്പോൾ ഇത് മുറിച്ചെടുക്കുന്നത് എനിക്ക് സഹായിക്കുന്ന കൊച്ചായിരുന്നു. പക്ഷെ ഇപ്പോൾ അവൾക്കും സുഖമില്ലാതായപ്പം എനിക്കിപ്പം വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ ഒന്നും പാചകവും അങ്ങനെ ഒന്നും ഇടാൻ പറ്റുന്നില്ല. എനിക്കിപ്പം അവൾക്ക് സർജറി കഴിഞ്ഞ് ഇനിയിപ്പം എന്താ പറയുക, RCCയിലൊക്കെ പോകണമെന്ന് പറയുന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവൾ. ഇത് മഞ്ഞ നിറം വന്നപ്പോൾ ഞാൻ പറഞ്ഞെടി, നീ ഇതിനകത്ത് ചാമ്പലിട്ട് കൊടുക്കണം. ഞാനില്ലെങ്കിൽ ഞാൻ സർജറിക്ക് പോയപ്പോഴേ നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആണ്. പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെ മറിച്ച് ഇങ്ങനെ വീഡിയോസൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ കിട്ടിയതാണ്. മെയിൻ എനിക്ക് വെള്ളക്കാന്താരിയും നീലക്കാന്താരിയും ഒക്കെയാണ് ഉള്ളത്. പച്ചക്കാന്താരി ഒരു മൂടേ ഉള്ളൂ. പക്ഷേ വെള്ളക്കാന്താരിക്ക് എരിവില്ല. ഇതൊക്കെ ഉണ്ടോ, നീലക്കാന്താരിക്ക് എരിവുണ്ട്. പിന്നെ പുതിന ഉണ്ട്. എനിക്ക് പുതിനയൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ കറിവേപ്പിലയുണ്ട്, പച്ചമുളകുണ്ട്. ഇതൊന്നും ഞാൻ വാങ്ങിക്കാറില്ല. ഇത് കണ്ടോ, ഇതൊക്കെ മുളക്, കുഞ്ഞു മുളകാണ് കേട്ടോ. കുഞ്ഞ് കാന്താരി, ഇത് പച്ചക്കാന്താരി, ഇത് നീലക്കാന്താരി. ഇപ്പോൾ എനിക്ക് പുതിനായെന്ന് തന്നെ ഒരു കുഞ്ഞ് ഇത് ഒടിച്ചെടുക്കുമ്പോൾ തന്നെ സങ്കടമാണ് എനിക്ക്. ഈ മുളകൊക്കെ ഇങ്ങനെ നിർത്തുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ എടുത്തില്ലെങ്കിൽ പിന്നെ ചീത്തയായി പോകുമെന്ന് പറയുമ്പോൾ ഞാൻ എടുക്കുന്നത്. ഇഞ്ചി ഇപ്പോൾ ഞങ്ങൾ എടുത്തു തുടങ്ങി, കറിക്കൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇഞ്ചി ഉണങ്ങി, ആ സമയം കഴിഞ്ഞല്ലോ, ഇഞ്ചി എടുക്കേണ്ട സമയമായി. ഈ വാഴക്കൊലയൊക്കെ ഞങ്ങൾ മുറിച്ചിട്ട്, ഇത് അകത്തിച്ചീരയാണിത്. പിന്നെ അതേ നീലപ്പൂവുണ്ടോ, നീലക്കാന്താരിയുടെ ഇത് കണ്ടോ, പൂ പിടിച്ചിരിക്കുന്ന. ഇത് നല്ല എരിവാണ്. ഇത് ഒരു 2-3 മുളക് മീൻ കറിയിൽ ഇടാമെങ്കിൽ പിന്നെ എരിഞ്ഞ് ഊപ്പാട് വരും. എനിക്കിങ്ങനെ ഒരുപാട് എരിവും കഴിച്ചുകൂടല്ലോ. അങ്ങനെ കണ്ടോ, ഇപ്പോൾ ഇതൊക്കെ നോക്കാൻ ആരുമില്ല. ഇതെല്ലാം അവളാ സീനത്തെന്ന് പറഞ്ഞ വെച്ചാൽ എന്നെ ഇതെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ എവിടെയെങ്കിലും പോയാലും വന്ന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും. ഇപ്പോൾ ഒന്നിനും പറ്റുന്നില്ല. ഇപ്പോൾ ഞാൻ ഏജൻസിയിൽ നിന്നാണ് ഞാൻ ആളിനെ വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് നമുക്ക് പറ്റുന്നില്ല അവരൊന്നും. ഇത് കണ്ട ലെമൺ ഗ്രാസിൻ്റെയാണ്. ഇത് ഗ്യാസിനൊക്കെ നല്ലതാണ്. കണ്ട, ഇത് വയറുവേദനയൊക്കെ വരുമ്പോൾ കട്ടൻ ചായയിട്ട് കുടിക്കാനൊക്കെ നല്ലതാണ്. ഇത് സാധാരണ മുളക്, മലക്കറി മുളക്, അതും കുഴപ്പമില്ല. കണ്ടോ, കുറേ മുളക് എനിക്ക് കിട്ടി ഇതിൽ നിന്ന് തന്നെ. ഇനിയിപ്പോൾ വീണ്ടും ഹസ്ബൻഡ് പൊടിപ്പിച്ച് നിർത്തിയിരിക്കുന്നുണ്ട് നടാൻ വേണ്ടി. പക്ഷേ എന്നെക്കൊണ്ട് പറ്റത്തില്ല, ആരോഗ്യം ഇല്ല എനിക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഹൈപ്പ് എന്നും പറഞ്ഞൊരു സംഭവം ഇപ്പോൾ ഉണ്ടല്ലോ, അതും കൂടെ ചെയ്തേക്കണേ നിങ്ങളുടെ ഇതിലൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയും പറഞ്ഞ് അസ്സലാമു അലൈക്കും ഞാൻ നിർത്തുന്നു.